നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടു അല്ലേ? അതൊക്കെ ഒരു പ്രയാസാണോ? നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട, ഞങ്ങളിപ്പോ ഇറങ്ങും. പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കയറി നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. ഋഷി അങ്ങനെ കയറിയതാ. നാളെ ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവില്ലേ? അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനല്ലേ പറയുന്നത്. ഹരി. ചേട്ടാ, ഋഷിയുടെയും ഗോപികയുടെയും ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. നാളെ ഡിസ്ചാർജ് ചെയ്യുക. നാളെ ഡിസ്ചാർജ് ആണെന്നോ? അതെ, നാളെ ഞങ്ങൾ അങ്ങ് എത്തും. എല്ലാവരോടൊന്നും പറഞ്ഞേക്ക്, ഞാൻ രാവിലെ വിളിക്കാം. അതെ എടാ ഹരി, എടാ ഫോൺ കട്ട് ചെയ്തല്ലോ. ആരായിരുന്നു മഹേട്ടാ? ഹോസ്പിറ്റലിൽ നിന്ന് ഹരിയാ വിളിച്ചത്. നാളെ ഋഷിയും ഗോപികയും ഡിസ്ചാർജ് ചെയ്യുന്നു. അയ്യോ അമ്മേ, ഈശ്വരാ, ഇപ്പോഴാ സമാധാനായ. എത്ര ദിവസമായിട്ട് അവർ ആശുപത്രിയിൽ കഴിയാ. ഇപ്പോഴെങ്കിലും അതിൽ നിന്നൊരു മോചനം ഉണ്ടായല്ലോ. ഇന്നിനി ഏതായാലും എനിക്ക് ഉറക്കമുണ്ടാവില്ല. അവരെ കാണണം, മനസ്സിന്റെ പെടപെടപ്പൊന്ന് കുറയണമെങ്കിൽ. എന്റെ അവസ്ഥ അത് തന്നെയാ. ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ദോഷങ്ങളും തീരാൻ പോവുകയെ. കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചപ്പോഴേ നല്ലൊരു വാർത്ത അറിഞ്ഞത് കണ്ടില്ലേ? അതെ, അത് അമ്മ പറഞ്ഞത് വളരെ ശരിയാ. ഇതാണ് ഈശ്വരന്റെ ലീലകൾ. പകല് നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടു, ഇപ്പൊ അതിന് ഇരട്ടി സന്തോഷം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അവര് ഡിസ്ചാർജായ സ്ഥിതിക്ക് അഭയുടെയും സിദ്ധുവിന്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം. അത് തന്നെ ഞാനും മനസ്സിൽ കണ്ടതമ്മേ. ഞാനിതെവിടെയാ? എന്റെ മാലാക്ക് ഇവിടെ പോയി. എന്റെ മാലാക്ക് ഇവിടെ പോയി. എന്റെ മാലാക്ക് ഇവിടെ എന്നെ കെട്ടിയിട്ട് ഉപദ്രവിക്കണം. എന്നെ കെട്ടിയിട്ട് ഉപദ്രവിക്കണം. പോ. ഏട്ടാ, സിദ്ധു ഏട്ടാ. അയ്യോ അയ്യോ. ഏട്ടാ, ഏട്ടാ എന്തു പറ്റി? സ്മൃതി, എന്തിനാ കരയുന്നേ? ഞാൻ ഇതെവിടെയാ? ചേട്ടാ, ചേട്ടനിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത്. ദേ നോക്ക്, ദേ ചേട്ടൻ നോക്കിയേ, ഇത് ചേട്ടന്റെ മുറിയല്ലേ? ദേ നോക്ക്, നോക്കിയേ, ഇത് ഏട്ടന്റെ മുറി തന്നെയല്ലേ? അപ്പ എന്നെ പിടിച്ചിട്ട് ഭൂതം എവിടെയാ? ഇവിടെ ഭൂതവും ഇല്ല പ്രേതവും ഇല്ല. ഏട്ടന്റെ മുറിയിൽ എവിടുന്നാ പ്രേതം? അപ്പൊ ഞാൻ കണ്ടതോ? അത് വല്ല സ്വപ്നമായിരിക്കും ചേട്ടാ. അപ്പൊ എന്റെ മാലാക്ക് എവിടെയാ? മാലാക്ക് എവിടെയാ പോയേ? എനിക്ക് മാലാക്ക് കാണണം. എന്നെ മാലാക്ക് ഇവിടെ ഒന്ന് രക്ഷിച്ചേ, അറിയോ? മാലാഖയൊക്കെ ഉടനെ വരും സിദ്ധു ഏട്ടാ. വരുമോ? പിന്നല്ലാതെ. ഏട്ടൻ മാലാഖയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവല്ലേ? അപ്പൊ ഏട്ടൻ എന്നും മാലാഖയെ കാണാലോ. അപ്പൊ ഞാൻ മാലാക്ക് കല്യാണം കഴിക്കാൻ പോവല്ലേ? അതെ. അപ്പൊ ഞാൻ മാലാക്ക് കല്യാണം കഴിക്കാൻ പോണു. സിദ്ധു ഏട്ടാ. മാലാക്ക്, ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. സിദ്ധുവേട്ടന്റെ ഒരു കാര്യം. സിദ്ധുവേട്ടൻ എന്തേ കാണിക്കുന്നേ? മാലാക്ക്, മാലാക്ക്, ഞാൻ കല്യാണം കഴിക്കാൻ പോവാട്ടോ, കേട്ടോ? വേണ്ട ഗോപു, പിടിക്കൊന്നും വേണ്ട. ഐ എം ഓക്കെ, ഒരു കുഴപ്പമില്ല. അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. താൻ ഓക്കെ അല്ലേ? സ്വാമിയച്ഛന്റെ ചികിത്സയുടെ ഗുണം കൊണ്ട് ഞാനിപ്പോ പണ്ടത്തെക്കാളും സ്മാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. മക്കളെ, നിങ്ങൾ എത്തിയോ? മോളെ, മോളെ,
എന്റെ മക്കളെ ഇങ്ങനെ സന്തോഷത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ കാണാൻ സാധിച്ചല്ലോ. എല്ലാം ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം. ഇത് ഞങ്ങളുടെ രണ്ടാം ജന്മ മുത്തശ്ശ. അതെ, ശരിക്കും രണ്ടാം ജന്മം തന്നെയാ. വാ, അകത്തേക്ക് വാ. ഇവിടെ ഒന്ന് വെയിൽ കൊള്ളട്ട. വാ. ഗോപു, മഞ്ജുച്ചി, മഞ്ജുച്ചി, നിങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്ന് പോന്നോ? ശരിക്കും മിനിഞ്ഞാന്ന് തന്നെ സ്വാമിയച്ഛൻ്റെ ചികിത്സ കഴിഞ്ഞതാ. പിന്നെ ഇന്നലെ ഒരു ദിവസം ഒബ്സർവേഷനിലായിരുന്നു, അതും കഴിഞ്ഞു. പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ അവിടെ നിന്ന് പോന്നു. മോനെ, ഇരിക്ക്. രണ്ടാൾക്കും ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രയാസമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊരു അപകടത്തിൽ കൂടെ കടന്നു പോയെന്നേ തോന്നുന്നില്ല. അത് ശരിയാ, കഴിഞ്ഞതെല്ലാം ഇപ്പോൾ ഒരു സ്വപ്നം പോലെയാ തോന്നുന്നത്. ഞങ്ങളെല്ലാവരും ശരിക്കും വിഷമിച്ചിരിക്കുകയായിരുന്നു. കണ്ണീരോടും പ്രാർത്ഥനയോടും കൂടിയാ ഓരോ ദിവസവും തള്ളി നിൽക്കിയത്. കഷ്ടപ്പെട്ടത് മുഴുവൻ ദേവികയാണ്. ആശുപത്രിയും വീടുമായിട്ട് അവൾ ഒരേ ഓട്ടായിരുന്നു. ഒരു ദിവസം പോലും ആ കുട്ടി ശരിക്ക് നേരാവണ്ണം ആഹാരം കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് പ്രയാസപ്പെട്ടു. ഗോപു, ചേച്ചി, മോളെ. ഋഷി, എപ്പോഴാ എനിക്ക് സമാധാനായത്, സന്തോഷായത്? നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ കാണാൻ വേണ്ടി ഞാൻ എത്ര ദിവസമായിട്ട് കാത്തിരിക്കാന്നറിയോ? ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടു അല്ലേ? അതൊക്കെ ഒരു പ്രയാസാണോ? നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. ഒന്നും വേണ്ട, ഞങ്ങളിപ്പോ ഇറങ്ങും. പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കയറി നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. ഋഷി, അങ്ങനെ കയറിയതാ. വീട്ടിൽ ചെന്നിട്ട് സൗകര്യം പോലെ പിന്നെ ഇങ്ങോട്ട് വരാം. എന്നാൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. അവിടെ മുത്തശ്ശിയും അമ്മയും എല്ലാരും കാത്തിരിക്കുക. ചേച്ചി ഒന്ന് വന്ന്. എന്റെ മോളെ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.